നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് എല്ലാ ബിസിനസ്സുകാരോടും ഒരു നിഷിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ജനറൽ ആയിട്ട് പോകുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് ഒരു നിഷിൽ ഫോക്കസ് ചെയ്യാൻ പറയും. അപ്പം പലരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിഷിൽ ഫോക്കസ് ചെയ്യുമ്പോൾ മാർക്കറ്റ് ലിമിറ്റഡ് ആവുകയില്ല എന്നുള്ളത്. മാർക്കറ്റ് ഒരിക്കലും ലിമിറ്റഡ് ആകുന്നില്ല. നിഷ് ഒരിക്കലും ഒരു ലിമിറ്റേഷനും അല്ല, പക്ഷെ അതൊരു പവറാണ്. നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെ ഏറ്റവും കൂടുതൽ പോകുന്നത് ഒരു സ്പെഷ്യലിസ്റ്റിന്റെ അടുത്താണ്. എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ നിഷിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു എക്സ്പേർട്ട് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ആകുക. കഴിഞ്ഞ വർഷം ഞാനൊരു ഇന്റീരിയർ ഡിസൈനറെ കാണുകയുണ്ടായി. അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെയുണ്ട് ബിസിനസ് കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഭയങ്കര കോമ്പറ്റീഷൻ ആണ്, മാർക്കറ്റ് ഭയങ്കര സ്ലോ ആണ്, അതുപോലെ തന്നെ പ്രൈസ് പ്രഷർ വളരെ കൂടുതലാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ്, എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്, എന്താണ് നിങ്ങൾ ഏതാണ് മേഖല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ എല്ലാവർക്കും ഇന്റീരിയർ എന്തൊക്കെ സൊല്യൂഷൻ ഉണ്ടോ അവിടെയൊക്കെ ഞാൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഹോം ആണെങ്കിലും ഓഫീസ് ആണെങ്കിലും ഷോപ്പ് ആണെങ്കിലും എന്ത് തരത്തിലുള്ള ഇന്റീരിയർ ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാം ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും നമ്മൾ സർവീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാവരായാലും നെഗോഷിയേറ്റ് ചെയ്യപ്പെടാനുള്ള ചാൻസ്, നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യും, നമ്മളൊരു ഓപ്ഷനായിട്ട് മാറുകയാണ്, അവർക്കും നമ്മളൊരു ഓപ്ഷനായിട്ട് മാറുകയാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു വളരെ ബിസിയാണ്, കുറെ പ്രോജക്റ്റുകൾ എടുക്കുന്നുണ്ട്, പക്ഷെ പ്രോഫിറ്റ് ഇല്ല, ടീം ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. ഒരു ഫ്യൂ മന്ത്സിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹം ഈ ഒരു ജനറൽ ആയിട്ടുള്ള മാർക്കറ്റിൽ നിന്ന് urban ഹോം ഇന്റീരിയറിൽ സ്പെഷ്യലൈസ് ചെയ്തു. സെയിം ടീം, സെയിം സ്കിൽസ്, ഒറ്റ ചേഞ്ച് മാത്രമേ വരുത്തിയിട്ടുള്ളൂ, ഫോക്കസ് ആണ്. ഈ ഫോക്കസിൽ ചേഞ്ചസ് വരുത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു, കൂടുതൽ ലീഡ്സ് വരാൻ വേണ്ടി തുടങ്ങി, പ്രോഫിറ്റബിലിറ്റി കൂടാൻ വേണ്ടി തുടങ്ങി, ഡെലിവറി ഓൺ ടൈം കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു, റെഫറല് കൂടുതൽ വരാൻ വേണ്ടിയിട്ടും സാധിച്ചു. അപ്പം ഇവിടെ മാറ്റം വരുത്തിയത് സ്കില്ലിലോ ടീമിലോ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന വർക്കിലോ അല്ല, അദ്ദേഹത്തിന്റെ ഫോക്കസ് മാത്രമാണ് മാറ്റം വരുത്തിയത്. അതാണ് നമ്മൾ നിഷിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഏത് വമ്പന്മാരായിട്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന സമയത്തും നിഷ് നമ്മളുടെ പവറായി മാറുന്ന നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓൾവേസ് ഒരു നിഷ് മാർക്കറ്റ് സെലക്ട് ചെയ്യുന്നത് നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യല്ല ചെയ്യുന്നത്, പക്ഷെ നമ്മൾ ഫോക്കസ് ആയിട്ട് നമ്മളുടെ സ്ട്രെങ്ത് ചെയ്തുകൊണ്ട് നമ്മൾ വളരുകയാണ് ചെയ്യുന്നത്.